എന്റെ ഭഗവാനെ, എല്ലാരും കൂടെ എന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൽനോസ്പേട്ട പോലീസ് സ്റ്റേഷനിലായി, സെൻട്രൽ ജയിലിലായി, എന്നെ തൂക്കിക്കൊന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ എന്റെ പഞ്ചിൽ കുത്തിരിക്കുന്നുണ്ട് ഗൈസ്. എന്റെ പഞ്ചില് വിശദ വിവരം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, ഒരു 8 മണിക്കുള്ളിൽ ചെയ്യാം. കാരണം ഞാനിപ്പം ഇവിടെ ഡിവൈഎസ്പിന്റെ ഹോസ്പിറ്റലിലും ഓഫീസിൽ വന്നിട്ടാണ് ഉള്ളത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായി, അയ്യോ പാവം എന്റെ മമ്മി, നിങ്ങൾ എന്റെ മമ്മീനെ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ ജയിലല്ല. അപ്പൊ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ചിയേഴ്സ്. ലോകത്ത് ഒരു വാർത്തയാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ച് ഇൻഫ്ലുവൻസർ ഹെലൻ ഓഫ് പാട്ട പോലീസ് പിടി. എന്തൊക്കെയായി കേൾക്കുന്നേ, എന്തൊക്കെയായി കാണുന്നേ. നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ ഇപ്പൊ വീര്യം കുറഞ്ഞ മദ്യം ഇറക്കാനായിട്ട് നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് പിന്നാലെ. വീര്യം കുറഞ്ഞ മദ്യമാണോ ഇനി വീര്യം കൂടിയ മദ്യമാണോ അർത്ഥം? നാട്ടുകാരെല്ലാവരും കൂടി അടിച്ച് പൂസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്തോ ഇനിയിപ്പോൾ. എന്തായാലും ഇപ്പോൾ ഹെലനോ പാട്ട പോലീസ് പിടിയിലായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള വാർത്ത ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്താണ് സംഭവം? ഹെലനോ പാട്ട എന്നറിയപ്പെടുന്ന SR ധന്യയാണ് പിടിയിലായത്. ഇന്നലെ അണങ്കൂരിൽ വച്ചാണ് സംഭവം. കാസർഗോഡ് മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ പിടിയിലായി. ഹെലനോ പാട്ട എന്നറിയപ്പെടുന്ന SR ധന്യയാണ് പിടിയിലായത്. ഇന്നലെ അണങ്കൂർ വെച്ചാണ് സംഭവം. വാഹന പരിശോധനയ്ക്കായി പോലീസ് കൈ കാണിച്ചപ്പോൾ കാർ നിർത്താതെ അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു. കാറിനെ പിന്തുടർന്നെത്തിയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. ബന്ദിയോട് ഭഗവതി നഗറിൽ വെച്ചാണ് പോലീസ് ധനിയെ പിടികൂടിയത്. പിന്നീടുള്ള പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തുകയായിരുന്നു. നാഷണൽ ഹൈവേ 66 റോഡിന് നടുവിലായി വാഹനം നിർത്തിയിടുകയും ഇത് കണ്ട് പോലീസ് എത്തിയപ്പോൾ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചു പോവുകയും ചെയ്തതായാണ് FIR-ൽ പറയുന്നത്. അപ്പൊ FIR ഒക്കെ ഇട്ടല്ലേ. പിന്തുടർന്നെത്തിയ പോലീസ് ബന്ദിയോട് ഭഗവതി നഗറിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. പരിശോധനയിൽ മദ്യപിച്ചാണ് ധന്യ വാഹനം ഓടിച്ചതെന്ന് തെളിഞ്ഞു. പിഴ ഈടാക്കിയ ശേഷം വിട്ടയച്ചെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഇങ്ങനൊരു വാർത്ത വന്നതിന് ശേഷം ഹെലനോ പാട്ട ഇതാ നേരിട്ടെത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മൾ കുറച്ച് മുന്നേ കേട്ടതെന്ന് പറയുന്നത്. എന്തായാലും പുള്ളിക്കാരത്തി കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ് വിശദമായി നടന്നത് എന്നതിനെ കുറിച്ച് വിവരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. എന്തായാലും പോലീസിന്റെ പിടിയിലല്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവും പുള്ളിക്കാരത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ഗുഡൻസ് എന്നുള്ളത് പുള്ളിക്കാരത്തി തന്നെ വന്ന് പറയട്ടെ. എന്തായാലും വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കേട്ട കാര്യമെന്ന് പറയുന്നത്. പക്ഷെ ഹെലനോ പാട്ടയുടെ കാറിനുള്ളിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും കൊള്ളാടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഹെലനോ പാട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആദ്യം തെറികളിലൂടെ വന്നു, പിന്നെ പല രീതിയിൽ പലതും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പല ഉപദേശവും, തെറി കൊടുക്കേണ്ടവർക്ക് തെറിയും, നല്ല രീതിക്ക് എന്തൊക്കെയാണോ പറയാൻ പറ്റുന്നത് അതൊക്കെ നല്ല രീതിയിൽ ബാഷായിട്ട് പറയാനായിട്ട് ഒരു മടിയും കാണിക്കാത്ത ഒരാൾ തന്നെയാണ് ധന്യ ഹെലനോ പാട്ട. ആ പുള്ളിക്കാരിയാണ് ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ച് പോലീസ് പിടിയിലായിരിക്കുന്നു എന്ന മട്ടിൽ ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു കാര്യവുമായി ഇപ്പോൾ